17 വിശുദ്ധ പാസ്കൽ ബൈലോൺ. ദിവ്യകാരുണ്യ കോൺഗ്രസുകളുടെയും സംഘടനകളുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ പാസ്കൽ ബൈലോൺ. 1540 മെയ് 24 പെന്തക്കുസ്താ തിരുനാൾ ദിവസം സ്പെയിനിലെ തോറെഹെർമോസയിലാണ് പാസ്കൽ ജനിച്ചത്. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കുസ്താ തിരുനാളിനെ പരിശുദ്ധാത്മാവിൻ്റെ പാസ്ക് എന്നാണ് വിളിക്കുന്നത്. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ശിശുവിന് പാസ്കൽ എന്ന പേര് നൽകിയത്. ഭക്തരായിരുന്ന മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ വിശുദ്ധിയിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രധാന സവിശേഷതയായ വിശുദ്ധ കുർബാനയോടുള്ള അതിരുകടന്ന ഭക്തിയുടെ അടയാളങ്ങൾ പാസ്കൽ ചെറുപ്പത്തിൽ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ അമ്മ ആദ്യമായി പള്ളിയിലേക്ക് കൊണ്ടുപോയ ദിവസം മുഴുവൻ സമയവും അവൻ സക്രാരിയിലേക്ക് നോക്കിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. തൻ്റെ 7-ാം വയസ്സ് മുതൽ 24-ാം വയസ്സുവരെ അവൻ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയിച്ചിരുന്നു. തുടർന്ന് പാസ്കൽ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ പ്രവേശിച്ചു.